ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന വാർത്ത മദീനയാകെ പടർന്നു. പ്രവാചകൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ട് മദീനയുടെ നാനാഭാഗത്തു നിന്നും സഹാബാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. പലർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ ചുറ്റും സഹാബാക്കൾ തടിച്ചുകൂടി. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരോ വിളിച്ചു പറഞ്ഞു, ഏ ഉമർ, അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായിരിക്കുന്നു എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാവം മാറി. അദ്ദേഹത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു, കണ്ണുകൾ ജ്വലിച്ചു, ശബ്ദമിളറി. വലിയ ശബ്ദത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എൻ്റെ ഹബീബ് വഫാത്താകുകയില്ല, എൻ്റെ ഹബീബ് വഫാത്തായി എന്നാരും പറയരുത്, നാവുകൾ വായിലിട്ടോളണം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോയിട്ട് 40 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നതുപോലെ എൻ്റെ ഹബീബ് മടങ്ങി വരും, എൻ്റെ ഹബീബ് വഫാത്താകുകയില്ല. എൻ്റെ ഹബീബ് വഫാത്തായി എന്ന് പറഞ്ഞാൽ അവരുടെ കൈകാലുകൾ ഞാൻ വെട്ടുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അലറി വിളിച്ചു പറഞ്ഞു. ഈ സന്ദർഭത്തിലാണ് നുസ്ഹ എന്ന് പറയുന്ന പ്രദേശത്തുള്ള തൻ്റെ ഭവനത്തിൽ നിന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ കുതിരപ്പുറത്ത് പാഞ്ഞു വരുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തു നിന്നും തുടി മാറ്റി നെറ്റിത്തടത്ത് ചുംബനമർപ്പിച്ചുകൊണ്ട് സഹാബാക്കൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് സഹാബാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ നിശബ്ദരാകണം, ശാന്തരാകൂ സഹാബത്തെ. സഹാബാക്കളെ ശാന്തരാക്കിയിട്ട് വിശുദ്ധ ഖുർആനിൽപ്പെട്ട ഒരായത്ത് ഓതി കേൾപ്പിച്ചു. നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കേട്ടിട്ടില്ലേ? മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്.